സമസ്തയെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രത്തെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും സന്തോഷകരമായ ഒരു സമയത്തിലൂടെയും സാഹചര്യത്തിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഗൾഫ് എഡിഷൻ സുപ്രഭാതത്തിൻ്റെ 8ാം എഡിഷൻ UAE-യിൽ നിന്ന് ദുബായിൽ നിന്ന് പുറത്തിറങ്ങുവാൻ ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന സന്തോഷകരമായ ഒരു വർത്തമാനമാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നത്. സുപ്രഭാതം 8ാം എഡിഷൻ ലോഞ്ചിങ് അഥവാ ഗൾഫ് സുപ്രഭാതം എഡിഷൻ ലോഞ്ചിങ് ദുബായിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. ദുബായ് സമയം വൈകിട്ട് 7-ന് ദുബായ് വിമൻസ് അസോസിയേഷൻ ഹാളിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ ഉൾപ്പെടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ മുൻനിര നേതാക്കളെല്ലാം ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. പ്രകാശന ചടങ്ങിന് മുന്നോടിയായി പ്രമുഖ മാധ്യമപ്രവർത്തകർ പങ്കെടുക്കുന്ന മീഡിയ സെമിനാർ ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. വാർത്താമാധ്യമ ലോകത്ത് പുതു ചരിത്രങ്ങൾ തീർത്ത സുപ്രഭാതം ഒരു ദശകത്തിനിടെ കേരളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന പത്രങ്ങളുടെ മുൻനിരയിൽ ആണ് ഇന്ന് നിലകൊള്ളുന്നത് എന്നത് സുപ്രഭാതത്തിൻ്റെ വിശേഷണമാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയാൻ കഴിയുന്ന ഒന്നാണ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളവും മലയാള വാർത്താ മാധ്യമ രംഗത്തെ സംബന്ധിച്ചിടത്തോളവും പുറത്തിറങ്ങുമ്പോൾ തന്നെ 6 എഡിഷനുകളോടുകൂടി ഒരു പത്രം പുറത്തിറങ്ങുന്നു എന്ന ഒരു അഭൂതപൂർവമായ ഖ്യാതിക്ക് കൂടി സുപ്രഭാതം വേദിയായി മാറിയത്. 2014 അത് പുറത്തിറങ്ങുമ്പോൾ അതിന് 6 എഡിഷനുകളോടുകൂടിയാണ് അത് പുറത്തിറങ്ങുന്നത്. പിന്നീട് പാലക്കാട് എഡിഷൻ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് 7 എഡിഷനുകളായി. ഇപ്പോഴിതാ 8ാം എഡിഷൻ അത് പ്രവാസ ലോകത്തു നിന്നും പുറത്തിറക്കാൻ സാധിച്ചു എന്ന അഭിമാനകരമായ ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട് എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. വിവിധ ലക്ഷ്യങ്ങളുമായി കടൽ കടന്ന മലയാളികളുടെ ഓരോ സ്പന്ദനങ്ങളെയും അടയാളപ്പെടുത്തി പ്രവാസികളുടെ വായനാ സംസ്കാരത്തെ മികവുറ്റതാക്കാൻ ഗൾഫ് സുപ്രഭാതവും ഇനി ഉണ്ടാകും എന്നതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അതോടൊപ്പം എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം, സുപ്രഭാതത്തിൻ്റെ ഉദ്ഘാടന സെഷൻ, ദുബായിൽ നടക്കുന്ന സെഷനുകളെല്ലാം സുപ്രഭാതം ഓൺലൈനിൽ തത്സമയം തന്നെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, സുപ്രഭാതത്തിൻ്റെ അഭിമാനകരമായ ഈ ചടങ്ങ് സുപ്രഭാതം ഓൺലൈനിൽ തന്നെ വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.